എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഇവിടെ ബഹുമാനായ തങ്ങളവറുകൾ ഇന്നത്തെ ഈ പ്രത്യേക ദിനത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞുകൊണ്ട് തൻ്റെ ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുകയുണ്ടായി. ഒന്ന്, മുസ്ലിം ലീഗ് എന്ന സംഘടന സ്ഥാപിച്ചതിൻ്റെ ആ സ്ഥാപക ദിന സമ്മേളനമാണ് നമ്മളിന്നിവിടെ ഈ ഹാളിൽ വെച്ച് നടത്തുന്നത്. അതുപോലെ തന്നെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭാവന ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതം ഇഹലോകത്തോട് ഇവിടെ പറഞ്ഞ് പോയ ഹൈദരലി ശിഹാബ് തങ്ങളെ കുറിച്ചുള്ള അനുസ്മരണം. അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഈ നാടിൻ്റെ തന്നെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള രണ്ട് സംഭവങ്ങളാണ് ഇത് രണ്ടും. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാപനം എന്ന് പറഞ്ഞാൽ, സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ, ആ സംഘടന ഉണ്ടാക്കുന്നത് കൊണ്ട് എന്തുദ്ദേശമോ അത് ഏറെക്കുറെയൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന ഒരു സംതൃപ്തിയോടുകൂടി ജീവിക്കുന്ന ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആളുകളാണ് നമ്മളൊക്കെ. സംഘടന രൂപീകരിക്കുമ്പോൾ മുസ്ലിം ലീഗ് ഉദ്ദേശിച്ചത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ, അതുപോലെ തന്നെ അവശ പിന്നോക്ക ജനവിഭാഗങ്ങൾ, അതുപോലെയുള്ള ന്യൂനപക്ഷങ്ങൾ, അങ്ങനെയുള്ള ഒരു ജനവിഭാഗമായിട്ടാണ് ഒരു രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് വരുന്നത്. ജനാധിപത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് എപ്പോഴും പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നാണ് അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. ഭൂരിപക്ഷം അനുസരിച്ചായിരിക്കും ഭരണം വരിക. പക്ഷേ ന്യൂനപക്ഷ സമുദായം പ്രത്യേക പ്രൊട്ടക്ഷൻ അറിയിക്കുന്നു, അല്ലെങ്കിൽ ജനാധിപത്യത്തിന് അർത്ഥമില്ലാതാവും, അവർക്ക് വോയിസ് ഇല്ലാതാവും, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടും. അതുപോലെ തന്നെ ചരിത്രപരമായ കാരണങ്ങളാൽ പിന്തള്ളപ്പെട്ടു പോയ വളരെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ, അവർക്കൊക്കെ പ്രത്യേക സംരക്ഷണം കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. അതാണ് സംവരണവും കാര്യങ്ങളും ഒക്കെ മുസ്ലിം ലീഗ് എന്നും ഉയർത്തിപ്പിടിച്ച കാര്യങ്ങളാണ്. ഭരണഘടന അനുസരിച്ച് ഈ രാജ്യത്ത് ജീവിക്കുകയും ഇന്ത്യൻ യൂണിയൻ, അതാണ് അടിസ്ഥാനപരമായ പാർട്ടി, അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ എല്ലാ ജനാധിപത്യ മതേതര കാര്യങ്ങളും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസപരമായ, അതുപോലെ തന്നെ അവരുടെ എല്ലാ തലത്തിലുള്ള പുരോഗതിക്ക്, അവരുടെ അവകാശങ്ങൾക്കൊക്കെ അതിനുവേണ്ടി മതേതര സ്വഭാവത്തോടുകൂടി ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാനൊരു സംഘടന വേണം, എന്നാലേ പുരോഗതി ഉണ്ടാവുള്ളൂ എന്ന് നേതാക്കന്മാരന്ന് കണ്ടു. മാത്രമല്ല, ബഹുമാനായ പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ, നമുക്കറിയാം, നമ്മൾ മുസ്ലിം ലീഗിൻ്റെ ഒരു ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് മതപരമായ വിദ്യാഭ്യാസവും മതപരമായ നിലക്കും മതവിശ്വാസികളാണ്. നമുക്കറിയാം, അത് നോമ്പുകാലമാണ്, വലിയ പ്രാധാന്യം കൊടുക്കുന്നതാണ്. മതവിശ്വാസികളാണ്. മതവിശ്വാസത്തിനും ഭൗതിക വിദ്യാഭ്യാസത്തിനും മതവിദ്യാഭ്യാസത്തിനും ഒക്കെ ഒരുപോലെ പ്രാധാന്യം കൊടുത്ത് പോകണമെന്നാണ് പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ തൻ്റെ മക്കളെ ഒരു പക്ഷേ ആ രീതിയിലാണ്. ബഹുമാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വലിയ പാണ്ഡിത്യമുള്ള, മതപരമായ വലിയ പാണ്ഡിത്യം, ശിഹാബ് തങ്ങൾക്ക് അങ്ങനെ മതപരമായ വലിയ പാണ്ഡിത്യമുണ്ട്. എന്നാൽ ആ കാലത്ത് ലഭ്യമായ വിദേശങ്ങളിലൊക്കെ പോയി മാത്രം ലഭിക്കുന്ന വലിയ വിദ്യാഭ്യാസ യോഗ്യതയും കൂടി ഉള്ള ആളായി. അവരൊക്കെ ആ നില ഇതൊരു മാതൃകയാണ്. കാരണം ഈ സമൂഹം, ഈ സമുദായം, ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായം, അതുപോലെ മറ്റു പിന്നോക്ക ജനവിഭാഗങ്ങൾ, അവശ്യ ജനവിഭാഗങ്ങളൊക്കെ പോകേണ്ടത് അങ്ങനെയൊക്കെയാണ്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർ മതപരമായ വീക്ഷണങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ, മതസൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് തന്നെ, മതേതരത്വ സ്വഭാവത്തോടു കൂടി, സർവമത സൗഹൃദത്തോടു കൂടി പോകണം. അങ്ങനെയുള്ളൊരു സമൂഹം ഉയർന്നു വരണം. പക്ഷേ അവർക്ക് നല്ല പുരോഗതി വേണം, വിദ്യാഭ്യാസപരമായ പുരോഗതി ഉണ്ടാവണം, മറ്റു പുരോഗതി ഉണ്ടാവണം. ഇതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാപിച്ച് നടത്തിയതിൻ്റെ കാരണം. അതിനു വേണ്ടിയാണ് നമ്മുടെ ഭരണഘടനയിൽ, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന പ്രായപൂർത്തിയായ ഏതൊരാൾക്കും ജാതി മത വ്യത്യാസമില്ലാതെ അംഗത്വം കൊടുക്കുന്ന മതേതര പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ വളർച്ചക്കും പുരോഗതിക്കും വേണ്ടി സംഘടിത വോയിസ് ആവശ്യമാണ്. ശ്രദ്ധിക്കൽ, പാർലമെൻറ്റിലും അസംബ്ലിയിലും ഒക്കെ പറയേണ്ടത് ആവശ്യമാണ്, റിസർവേഷൻ പോലെ തന്നെ. അങ്ങനെയുള്ള ആ മിഷൻ ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തിച്ചതുകൊണ്ട് നമുക്കറിയാം, ഈ നാടിന്, സമൂഹത്തിന് ഒരുപാട് പുരോഗതി ഉണ്ടായി, ബന്ധപ്പെട്ട സമുദായത്തിന് പുരോഗതി ഉണ്ടായി, നാടിന് പുരോഗതി ഉണ്ടായി.
നാട്ടിലെ മതേതരത്വം ടെസ്റ്റ് ചെയ്യപ്പെട്ട പല ഘട്ടങ്ങളും ഉണ്ടായി. ബാബരി മസ്ജിദിൻ്റെ ഘട്ടം വന്നപ്പോൾ മതേതരത്വം ടെസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു. ആ സന്ദർഭത്തിൽ ശിഹാബ് തങ്ങളുടെ OS-ആണ്, ഹൈദരലി ശിഹാബ് തങ്ങളുടെ OS-ആണ്. അവരുടെയൊക്കെ പാണക്കാട് കുടുംബത്തിൻ്റെ ലീഡർഷിപ്പാണ് കേരളത്തിൽ ആ മതസൗഹാർദ്ദം നിലനിർത്തിയത് എന്ന് ഇപ്പോൾ പറയുന്നത് നമ്മളല്ല. ശ്രീരാമനുണ്ണി ഇവിടെയുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമുണ്ട്, അതുപോലെ തന്നെ ഓണംപള്ളിയുടെ അനുസ്മരണമുണ്ട്. ഞാൻ ദീർഘിച്ച് പറയല്ല, ചരിത്രകാരന്മാരാണ് പറയുന്നത്. അന്ന് പാണക്കാട് തങ്ങമ്മ തങ്ങൾ കുടുംബം ശിഹാബ് തങ്ങൾ വഹിച്ച പങ്ക് എന്ന് പറയുന്നത് വലിയതാണ്. അതേ പാരമ്പര്യം കവിയത്തിപ്പിടിച്ചുകൊണ്ട് ഏറെ കാലം നമുക്ക് നേതൃത്വം ലീഡർഷിപ്പ് നൽകിയ ആളാണ് ബഹുമാന്യായ സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാലമൊന്നുമില്ല ആർക്കായാലും, വളരെ ഹ്രസ്വമാണ്. വലിയ മഹാത്ഭുതമൊന്നും ആർക്കും ചെയ്യാനും കഴിയില്ല. ചിലരൊക്കെ വലിയ പണം സമ്പാദിക്കും, എന്ത് കാര്യം, ആ സമയം കഴിഞ്ഞാൽ അവർ പോവും. അതേപോലെ തന്നെ പിന്നെ അവർ സമ്പാദിച്ച പണത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അവരുടെ മക്കളോ ഒക്കെ നിശ്ചയിക്കും. അമ്മ ഇന്നത്തെ ധനാഢ്യൻ നാളത്തെ ദരിദ്രനായി മാറും. അത് ആ ചക്രവ്യൂഹം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹ്രസ്വമായ ജീവിതത്തിൻ്റെ ഇടയിൽ ഒരു മനുഷ്യൻ നേടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നല്ല പോലെ നേടിയിട്ടാണ് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നമ്മളെ ഇവിടെ പറഞ്ഞു പോയത് എന്നുള്ളൊരു വസ്തുതയാണ്. വലിയ ജീവിതം കൊണ്ട് വലിയ സംഭാവന. ഒരാളെ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം ജീവിച്ച സമൂഹത്തിൻ്റെ ഒരു റിയാക്ഷൻ അനുസരിച്ച് ഇരിക്കും എന്നുള്ളത് മതപരമായ ഒരു വീക്ഷണമാണ്, നമുക്കറിയാം. അത് ഈമാൻ്റെ ലക്ഷണമായി പറയാത്ത ഒരു മനുഷ്യനെ പറ്റി എല്ലാവരും നല്ലത് പറയുന്നത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരാൾ ഹൈദരലി ശിഹാബ് തങ്ങൾ ഇവിടെ പറഞ്ഞു പോയപ്പോൾ ഉണ്ടായ സമൂഹത്തിൻ്റെ ഒരു റിയാക്ഷൻ എന്ന് പറയേണ്ടത് ഒരാൾക്കും വർണ്ണിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ജനം കൂട്ടം ആയി ഇളകി മറിഞ്ഞത് നമ്മൾ കണ്ടു. പ്രാർത്ഥനാ നിരതരായത് നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ജനാസ ഈ ലോകത്തിൽ നിന്ന് മറവ് ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ച സമയത്തിൻ്റെ എത്രയോ മുൻകൂട്ടി മറവ് ചെയ്തില്ല എങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നും പറഞ്ഞിട്ടാണ് നാട് പാണക്കാട്ടേക്ക് ഒഴുകിയത്. അപ്പോൾ അതൊക്കെ ആ മനുഷ്യൻ്റെ വലിയ മഹത്വം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഓണംപള്ളിയൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് ലീഗ് സ്ഥാപിച്ചതുകൊണ്ട് ഇന്ന് ഈ നാട്ടിൽ ഉണ്ടായ ഗുണം, ബന്ധപ്പെട്ട സമുദായത്തിനുണ്ടായ ഗുണം, സമൂഹത്തിനുണ്ടായ ഗുണം ആരെയും അതും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ലക്ഷ്യം നേടിയ ഒരു സ്ഥിതിയാണ് നമുക്കുള്ളത്. ഇന്നലെ ഇപ്പോൾ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഡൽഹിയിൽ പോയി നമ്മുടെ ആസ്ഥാനത്ത് ഈ പതാക ഉയർത്തി. അതിനു മുമ്പ് 10ാം വാർഷികം വലിയ നിലയിൽ നമ്മൾ തമിഴ്നാട്ടിൽ രാജാജി ഹാളിൽ ഒരു സമയം നമ്മൾ 75ാം വാർഷികം ആഘോഷിച്ചു. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഡൽഹി ആസ്ഥാനം ഉണ്ടാക്കി ഇന്നലെ അവിടെ പതാക ഉയർത്തി തങ്ങൾ പോയി. ഇതൊക്കെ വളരെ അഭിമാനകരമായ ചരിത്രമാണ്, ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഓരോ മുസ്ലിം ലീഗുകാരനും അതിൽ അഭിമാനിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ആ സമ്പാദ്യം നല്ല പോലെ നമുക്കൊക്കെ ഉണ്ടായി എന്ന് പറയുന്നത് വളരെ വളരെ വലിയ ഒരു സംഗതി തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ സ്ഥാപക ദിനത്തിൽ നമുക്കൊക്കെ പ്രാർത്ഥനാ നിരതരാകാം. തങ്ങളിലൂടെ ചെയ്തതുപോലെ ഞാനും അത് തന്നെ ആവർത്തിക്കുന്നു. ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ നല്ല ജീവിതം കൊണ്ട് നേടിയ ആ മഹത്തായ കാര്യങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും.